നമസ്കാരം. വിഷുഫലത്തിൽ പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ പൂയം നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകം പരിശോധിച്ചിട്ട് ഇപ്പോഴുള്ള ദശാപഹാരം ഏതാണെന്ന് മനസ്സിലാക്കുക. കൂടാതെ രാഹു, കേതു, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം ജാതകത്തിൽ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരികയും ദോഷഫലങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ജാതകഫലം അറിയുന്നതിന് വേണ്ടി വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മറുപടി നൽകാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദോഷാനുഭവങ്ങൾ, നിങ്ങൾ ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു, പൂജകൾ വഴിപാടുകൾ നടത്തുന്നു, ഫലം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. കാരണം എല്ലാ മാസങ്ങളിലും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന്, ഇപ്പോൾ ജോലി കാര്യമാണോ അല്ലെങ്കിൽ വിവാഹമാണോ വിദ്യാഭ്യാസമാണോ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരും കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ, നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊരു ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മാർക്കിന് കുറവ് വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് ചിലപ്പോൾ കിട്ടാതെ വരാൻ സാധ്യത ഉള്ളതിനാൽ അഡ്മിഷൻ്റെ കാര്യം വരുമ്പോഴേക്കും നിങ്ങൾ മറ്റൊരു ചോയ്സിലോട്ട് പോകാതെ ആദ്യം കിട്ടുന്ന ഒരു ഏതാണോ അഡ്മിഷൻ അതിൽ അഡ്മിഷൻ എടുക്കുകയും വിദ്യാഭ്യാസം തുടരുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ കിട്ടുകയുമില്ല, നിങ്ങൾക്ക് വേറെ ഒരു കോഴ്സുകളിലും കിട്ടാതെ ചിലപ്പോൾ മാനസികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യം ഏത് വിഷയത്തിലാണ് അഡ്മിഷൻ കിട്ടുന്നത് ആ അഡ്മിഷൻ എടുക്കുകയും വിദ്യാഭ്യാസം തുടരുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ എടുക്കുവാനോ അല്ലെങ്കിൽ അതിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ചിലവുകൾ ഒരുപാട് കൂടി വരും. കുടുംബത്തിന് വേണ്ടി ഒരുപാട് ചിലവുകൾ നടത്തേണ്ടി വരും. കുടുംബത്തിനുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമേ വീണ്ടും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. കൂടുതലും ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും വരുവാൻ സാധ്യത കൂടുതൽ. ഉപഹാരം ചെയ്തു കൊടുക്കുന്നതിൽ വിപരീതമായിട്ടായിരിക്കും നമ്മളുടെ തിരിച്ചുള്ള പ്രതികരണം മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ടും സ്നേഹത്തോടു കൂടിയും ഒരാളെ സഹായിക്കുകയും അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കിട്ടുന്നത് അതുപോലുള്ള ഒരു സ്നേഹവും പരിചരണവും ആയിരിക്കുകയില്ല. ചെറിയ കുറ്റങ്ങൾ മതി അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു സമയം തന്നെയാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം പെരുമാറ്റവും സംസാരവും എല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ എത്തിച്ചേരുവാൻ ഒരുപാട് കഠിനാധ്വാനം ഈ ഒരു വർഷം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരായി സംസാരിക്കുക, പെരുമാറുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സ്വന്തം പേരിൽ നമ്മൾ നടത്തുന്നത്, നിങ്ങൾ ചെറുകിട വ്യാപാരങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നേട്ടങ്ങൾ വരുവാൻ വേണ്ടി ഈശ്വര പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും എല്ലാം വളരെ അത്യാവശ്യമായി വേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സമയം ഒരു ദൈവാനുഗ്രഹ കുറവ് കാണുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ
ആഗ്രഹിച്ച രീതിയിലുള്ള ആഹാരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയമാണ്. എന്നാൽ വളരെ ശ്രദ്ധിക്കുക, ആഹാരം സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും രോഗങ്ങൾ പിടിപെടുവാനും സാധ്യത ഒരു വർഷം കാണുന്നുണ്ട്. തൊഴിലിൽ അനുകൂലമായ അനുഭവങ്ങൾ വരുവാൻ വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുക. എന്നാൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. കഠിനാധ്വാനം ഒരുപാട് ചെയ്യേണ്ടി വരും. അതിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകുകയും ചെറിയ രീതിയിലുള്ള കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരുപാട് നാളായി വിഷമിച്ചു കൊണ്ടിരുന്ന കടബാധ്യതകളെല്ലാം തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. ബന്ധുജന സഹായം വഴി പെട്ടെന്നുള്ള കാര്യസാധ്യതകൾ നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം നേടിയെടുക്കുക, ഒരു പേപ്പർ ശരിയാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പത്തികം വേണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ അത് നേടിയെടുക്കുവാൻ സാധിക്കും. തുടർന്ന് അവരോട് തിരിച്ചും അതുപോലുള്ള സ്നേഹം നിലനിർത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് അതിനൊരു തീരുമാനം ഉണ്ടാകുകയും അതായത് വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ വിവാഹം നടക്കുകയും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ കടങ്ങൾ വാങ്ങുന്നവർ കൃത്യസമയത്ത് നിങ്ങൾക്ക് തിരിച്ച് തരികയുമില്ല. നിങ്ങൾ കടം വാങ്ങിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുവാനും സാധിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അംഗീകാരവും ബഹുമാനവും ലഭിക്കും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങിക്കുവാനും അല്ലെങ്കിൽ മാറ്റി വാങ്ങുവാനും പുതിയത് വാങ്ങുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഇരുചക്ര വാഹനം, അത് ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ മാറ്റി വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയെങ്കിലും ധനം ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. സഹപ്രവർത്തകരിൽ നിന്നും ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അംഗീകാരങ്ങൾ ലഭിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം മുകളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ നിങ്ങൾ അതിൽ പ്രോഗ്രാം നടത്തുക, അല്ലെങ്കിൽ വിദേശത്തൊരു ക്ലാസ് ഇടുക, വിദേശത്തിൽ പഠിപ്പിക്കുക, ഇതിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൂരെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൂരെ സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുകയും അതിൽ നേട്ടമുണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. ബന്ധുജന ഗുണങ്ങളാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അവസരങ്ങളും ലഭിക്കുക തന്നെ ചെയ്യും. പൊതുപ്രവർത്തനങ്ങളിൽ ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രശംസയും അംഗീകാരവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പ്രശംസയും അംഗീകാരവും ബഹുമാനവും ഇതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കുടുംബാംഗങ്ങളുമായി ചേർന്ന് നിങ്ങൾക്ക് വിനോദയാത്ര പോവുക, അല്ലെങ്കിൽ തീർത്ഥയാത്ര പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഈ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് എല്ലാവരുമായി ചേർന്ന് സന്തോഷത്തോടു കൂടി തീർത്ഥയാത്ര പോകുവാനും സന്തോഷത്തോടു കൂടി വിനോദയാത്ര പോകുവാനും ധനം കണ്ടെത്തി വയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സംസാരം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. സംസാരത്തിലൂടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. കുടുംബ സ്വത്തുപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാനും നിങ്ങൾക്ക് സന്തോഷകരമായി ആ ഒരു കുടുംബത്തിനുള്ള എല്ലാവരുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ നിങ്ങളിങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. എത്ര തന്നെ ആത്മാർത്ഥമായ ഒരു കാര്യം ചെയ്താലും അതിൽ നിന്നും ഒരു മോചനമുണ്ടാകുന്നില്ല. തടസ്സങ്ങൾ, എന്ത് കാര്യത്തിനും തടസ്സങ്ങൾ, വിജയിക്കുവാൻ സാധിക്കുന്നില്ല. അത്യാവശ്യത്തിനൊരു സ്ഥലത്തോട് യാത്ര ചെയ്യുവാൻ പോയാൽ ആ ഒരു യാത്രയിൽ പോലും നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും അഭിനന്ദനങ്ങളും ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളിലും വിജയം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കഠിനാധ്വാനവും ഈശ്വര അനുഗ്രഹവും
വേണ്ടത് തന്നെയാണ്. അപ്പോൾ കഠിനാധ്വാനം അത് നിങ്ങൾ തന്നെ ചെയ്യുക. ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമം തന്നെയാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ നമ്മൾ വഴിപാടുകളും പുഷ്പാഞ്ജലിയും അർപ്പിച്ച് മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്ന സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതം ഈ ഒരു വർഷക്കാലം നേടിയെടുക്കുവാൻ സാധിക്കും.